ഹായ് കൂട്ടുകാരെ, നമുക്കൊരു മത്തൻ കറി ഉണ്ടാക്കിയാലോ? നിങ്ങളൊക്കെ എന്നും ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാവില്ലേ മത്തൻ കറിയൊക്കെ. എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മത്തൻ കഷ്ണങ്ങൾ ആക്കി വെച്ച ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഒരു 2 വിസിൽ കുക്കറിൽ അടുപ്പിക്കുക കേട്ടോ. അതിനുശേഷം നന്നായി നമ്മളത് ഉടച്ച് ചേർക്കണം ഇതിൻ്റെ കഷ്ണങ്ങൾ. ചിലർ പരിപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അത് വെക്കുക. അപ്പോൾ പരിപ്പും കൂടി ഇടുമ്പോൾ രസം ഉണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അത് അത്രയ്ക്ക് ഇഷ്ടമല്ല. കാരണം കുറച്ചും കൂടി കട്ടിയായിട്ട് തോന്നും. അപ്പോൾ അത്രയ്ക്ക് കട്ടിയാകുമ്പോഴേക്കും വയറിന് ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നാളികേരം ജീരകവും ഒക്കെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയ ശേഷം ഞാൻ ഈ വെന്ത കഷ്ണങ്ങളിലേക്ക് അത് ഒഴിച്ചു കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഞാൻ കുറച്ച് ലൂസാവാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഞാൻ നാളികേരമൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതിൽ വറുത്തിടാൻ നല്ല രസമാണ് കേട്ടോ. ഈ നാളികേരം ഇതിലേക്ക് വറുത്തിടാൻ ഇട്ടാൽ. അപ്പം ഞാൻ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ചൂടായ ശേഷം ഞാനതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു കേട്ടോ. എന്നിട്ട് ചിരകി വെച്ച ഒരു 2 ടീസ്പൂണോളം നാളികേരം ഉണ്ടായിരിക്കും, അത് ഞാനതിലേക്ക് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ ചുവന്ന മുളകും കൂടി ഇട്ടാൽ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ചുവന്ന മുളക് ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം അതും ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഞാനിത് വറുത്തെടുത്തു കേട്ടോ. കണ്ടില്ലേ, ഈ കളറാവണം. അപ്പം നല്ലൊരു മണമാണ് കേട്ടോ. അപ്പം ഞാനതിലേക്ക് പിന്നെ കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ. കുറച്ച് മുളക് പൊടി ഞാൻ കറിയിൽ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ കളറ് കുറവായിട്ട് തോന്നുന്നത്. കുട്ടികൾക്ക് കൊടുക്കണ്ടേ വിചാരിച്ചിട്ടേ. പിന്നെ അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ കുറച്ച് പിന്നെ അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി കേട്ടോ. അതൊക്കെ കുട്ടികളൊന്നും ഇവിടെ ഇല്ല, അവരൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ കൊണ്ട് പിന്നെ വർക്ക് ഏരിയയിലേക്ക് പോയിട്ടോ. എന്നിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ ഞാൻ എന്നും ഉപയോഗിക്കലില്ല കേട്ടോ, എപ്പോഴേലൊക്കെ എടുക്കാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ മിച്ചുവിൻ്റെയും ഡ്രസ്സല്ലേ, നല്ല ചളിയായിരിക്കും കേട്ടോ. പിന്നെ അവർ വീട്ടിലിടുന്നതാണെങ്കിലും സ്കൂളിലേക്ക് പോയതാണെങ്കിലും ഒക്കെ സ്കൂളിലൊക്കെ ഒന്ന് വരുമ്പോൾ അവരുടെ ഡ്രസ്സിലൊക്കെ നല്ല മണ്ണുണ്ടായിരിക്കും കേട്ടോ. കാരണം ഈ ഗ്രൗണ്ടിലേക്ക് പോയിട്ടേ നിച്ചൊക്കെ പന്ത് കളീൻ്റെ ആശാനാണ് കേട്ടോ. അപ്പോൾ അവനൊക്കെ നല്ല മണ്ണും ചളിയൊക്കെ ആക്കിയിട്ടാണ് വരിക. അപ്പോൾ അതൊന്നും ഇവിടെ ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് സ്കൂളിലേക്ക് അതിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് കല്ലിലിട്ട് ഉരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒക്കെ കല്ലിലാണ് കേട്ടോ അതൊക്കെ അലക്കുക. അധികം ഞാൻ എല്ലാ തുണികളും ഞാൻ കല്ലിൽ തന്നെയാണ് അലക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം ഇന്നലെ ഞാൻ മഞ്ചേരിക്ക് പോയപ്പോൾ ഇന്നലെ അലക്ക് നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചധികം തുണി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടാമെന്ന് കരുതി. എന്നും ഇപ്പം ഇതാക്കണേ. അപ്പോൾ മിച്ചുവിൻ്റെ ഒന്നും ഞാൻ അധിക സാധനങ്ങളും കല്ലിൽ തന്നെ ഇളക്കി. ബാക്കി എൻ്റെ പിന്നെ ഇപ്പോൾ മഞ്ചേരിക്ക് പോയി വന്നത് അങ്ങനത്തെ 1-2 ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഇതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ വലിയൊരു ചളിയൊന്നും ആവാത്ത ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ അധികം ഈ ബെഡ്ഷീറ്റുകളും പിന്നെ പില്ലോ കവറും അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഇതിലിടാറ്. അപ്പം അങ്ങനെ ഞാൻ ഇപ്പം കുറച്ച് 2-3 ചുരിദാറും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഇടാമെന്ന് കരുതി. പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉച്ച സമയത്തൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇതിലിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റെന്തെങ്കിലും പണികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കില്ലേ, ഓരോ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലൊക്കെ അങ്ങനത്തെ ചില്ലറ പണികളൊക്കെ ആയിട്ട് തന്നെയായിരിക്കില്ലേ എല്ലാവരും. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണുണ്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ ചേർക്കാൻ ആഗ്രഹിച്ചാൽ അതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പല തരത്തിലുള്ള പിന്നെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ഓഡിയോയും വീഡിയോ ഒക്കെ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കൂ കേട്ടോ. പിന്നെ ഇത് അലക്കി കഴിഞ്ഞിട്ട് വേണം ഇനി മറ്റ് കുറച്ച് പണികളും കൂടെയൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഞാൻ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയതിന് ശേഷം നിച്ചൊക്കെ വന്നതിൻ്റെ ശേഷം കേട്ടോ, 4 മണി 4:30 ആയിട്ട് കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ അവന് ചായയൊക്കെ കൊടുത്ത് അവർക്ക് രണ്ടാൾക്കും ചായയൊക്കെ കൊടുത്ത് കഴിഞ്ഞ് നിച്ചു അവിടെ സൈക്കിൾ ചവിട്ടുന്നുണ്ട്, പിന്നെ വിച്ചു അവിടെ പന്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ഞാനൊരു ഗ്ലാസ് എൻ്റെ ചായ എടുത്തിട്ട് മുകളിലേക്ക് പോയിട്ടോ.